നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ അനന്തരഫലമാണ്. അപ്പോൾ ഈ ഒരു അനുഭവം മറ്റൊന്നുമല്ല. ഞാൻ കോഴിക്കോട് നിന്നും മൈസൂരിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുകയായിരുന്നു സ്വന്തം കാറിൽ. യാത്രക്കിടെ എനിക്ക് കുറച്ച് ബില്ലുകളൊക്കെ അയക്കേണ്ടിയുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തത് ഏകദേശം വയനാട്ടിലെത്തിയപ്പോഴാണ്. അതൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് തിങ്കളാഴ്ച അയക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കഴിയുന്നതും പെട്ടെന്ന് കാണുന്നവരടുത്ത് കയറി ഈ ബില്ലുകളൊക്കെ ഒന്ന് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നമുക്കറിയുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം സമയത്തിന് എത്തുമെന്ന് സാധാരണ രീതിയിൽ വിശ്വസിക്കാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മഹാനഗരങ്ങളിലേക്ക് സമയത്തിന് എല്ലാ കൺസൈൻമെൻറ്റും എല്ലാ പാർസലുകളൊക്കെ എത്താൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യ പോസ്റ്റ്, അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ. അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഈ ഒരു സ്പീഡ് പോസ്റ്റ് വഴി ഈ ഒരു ബില്ലുകൾ ഒരു കവറിലിട്ട് അയക്കാമെന്ന് കരുതുന്നു. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നു. അങ്ങനെ വയനാട്ടിലെ പ്രമുഖമായിട്ടുള്ളൊരു പട്ടണത്തിലെത്തി അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്നു. സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഈ ഒരു കവറിൻ്റെ അകത്തിട്ട ഈ ഒരു കൺസൈൻമെൻറ്റ് ഞാൻ സ്പീഡ് പോസ്റ്റ് കൗണ്ടർ ഏതാണെന്ന് ചോദിച്ച് അവിടെ കൈമാറി. അവിടെ കൗണ്ടറിലിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞു, നമ്മൾ സ്പീഡ് പോസ്റ്റ് കൗണ്ടർ ഇന്നത്തത് നിർത്തി, നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഇന്ന് അയക്കൽ നടക്കില്ല. നാളത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റുവാങ്ങി വെക്കാനും കഴിയില്ല, പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച കൂടിയാണ്. സത്യത്തിൽ വളരെയേറെ കാലമായി പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് സ്പീഡ് പോസ്റ്റിൻ്റെ സമയമൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ കരുതിയത് പോസ്റ്റ് ഓഫീസ് അവസാനിക്കുന്നവരെ സ്പീഡ് പോസ്റ്റ് എടുക്കുമെന്നാണ്. പക്ഷേ പിന്നീട് ഞാനൊരു ജിജ്ഞാസയുടെ മുകളിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് സ്പീഡ് പോസ്റ്റിൻ്റെ ടൈം നോക്കിക്കഴിഞ്ഞപ്പോൾ 2 മണി വരെ എടുക്കുമെന്ന് കണ്ടു. ഇന്റർനെറ്റിൽ ഇതെല്ലാം നോക്കി വന്നപ്പോഴത്തേനും 2 മണി ആയി എന്നുള്ളൊരു സത്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്പീഡ് പോസ്റ്റ് 2 മണി വരെ എടുക്കേണ്ടതല്ലേ? അപ്പോൾ ഉടനെ എന്നോട് തിരിച്ചു പറഞ്ഞു, ഇപ്പോൾ 2 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം വന്നപ്പം 1:55 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, ബാഗൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് അയക്കാൻ റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. നമ്മൾ പണ്ട് ആക്സിസ് ബാങ്കിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ടാവും ഇതുപോലെ. അതായത് ബാങ്കിങ് അവേഴ്സ് കഴിയാൻ പോകുമ്പോൾ ഒരാൾ കയറി വരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബാങ്കിങ് അവേഴ്സ് കുറച്ച് വരുന്നത് കണ്ടിട്ട് അതുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലത്തെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതേപോലെയുള്ള ഒരു സമീപനമാണ് സത്യത്തിൽ സർവീസ് സെക്ടറിൽ വേണ്ടത്. അതിനു പകരം എത്തരത്തിൽ സേവനങ്ങൾ കൊടുക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗവേഷണം അല്ല വേണ്ടത്. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രംബി ഫേസ്? ഈ ഗ്രംബി ഫേസ് എന്ന് ഞാൻ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൻ്റെ അകത്ത് പേപ്പാ പിഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞ് പന്നിക്കൊച്ചു പറയുന്നതാണ് ഡാഡി പിഗ് ഈസ് ഗ്രംബി. അതായത് ഒട്ടും സന്തോഷമില്ലാത്ത വിഷണ്ണമായിട്ടുള്ള വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ളൊരു മുഖം എന്നർത്ഥം. നമ്മൾ പലപ്പോഴും സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള മുഖം വെച്ചിരിക്കുന്നവരെ പലരും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. പിന്നീട് ഞാൻ ആ കൺസൈൻമെൻറ്റുമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു പ്രൈവറ്റ് കൊറിയറിൽ പോകുന്ന വഴിക്ക് അത് കൊടുത്തു എന്നുള്ളത് പിന്നീട് ചരിത്രം. അതിന് ഇരട്ടി പണം കൊടുക്കേണ്ടി വന്നു. ഇവിടെയാണെങ്കിൽ 41 രൂപയ്ക്ക് പകരം അവർ 100 രൂപയോളം വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രതിപാദന വിഷയം, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇരിക്കുന്നവരൊക്കെ വളരെ വിഷണ്ണരും വളരെ ഹോസ്റ്റൈലായിട്ടും സേവനങ്ങൾ ചെയ്യാൻ വിമുഖതയും ഉള്ളവരായിട്ട് ഇരിക്കുന്നത്? ചെറിയൊരു റിസർച്ച് നടത്തിയപ്പോൾ കണ്ടെത്തിയ കുറച്ച് ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് കാണുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിലാണ് ജനങ്ങളുമായിട്ട് ഇടപെടുന്നത് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെക്കുറിച്ചല്ല, നിങ്ങളുടെ കൂടെ തന്നെ പണിയെടുക്കുന്ന മറ്റാരെങ്കിലും ഈ പറഞ്ഞ സ്വഭാവമുള്ളവരാണെങ്കിൽ അവരെക്കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഒരു വലിയൊരു ബഹുഭൂരിപക്ഷവും മുഖം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ ഇതിന് കുറേ സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള കുറേ മാനങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% സർക്കാർ ജോലികളും മോണോട്ടോണസ് ആണ്. അതായത് ഒരേപോലെ ചെയ്ത് വിരസത ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതേസമയം തന്നെ ഈ വിരസതയുള്ള ഈ ജോലി വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുകയുമില്ല. അത് കുടുംബ പ്രാരാബ്ധങ്ങൾ മുതൽ മറ്റൊരു പുതിയ ജോലി തപ്പിയിറങ്ങാനുള്ള ആത്മവിശ്വാസക്കുറവ് വരെയാകാം. യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെയാണെങ്കിലും വിരസമായിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ വിരസതയുള്ള ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ മിക്ക ജോലികളും എടുക്കുന്നത് ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥ, അവർ ചിലപ്പോൾ PGയോ PhDയോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് എഴുതിയിട്ട് ആ ജോലിക്ക് കയറിയതാകാം. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, അരക്ഷിതാവസ്ഥ ഉണ്ടാകും. കാരണം ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ മാത്രം യോഗ്യത വേണ്ടുന്ന ഒരു ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോയല്ലോ എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ സ്വാഭാവികമായിട്ടുള്ള അലസത കൊണ്ട്
മറ്റ് വലിയ ജോലികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജോലി ലഭിച്ചതിന് ശേഷം ശ്രമിച്ചിട്ടുണ്ടാകാതിരിക്കാനും മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ചിലപ്പോൾ സർക്കാരിനോടുള്ള പല ദേഷ്യങ്ങളും ഇവരോട് കാണിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് തിരിച്ച് പൊതുജനത്തോടും ഒരു വിദ്വേഷ മനോഭാവം ഡെവലപ്പ് ചെയ്തു വരും. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഡിഫെൻസീവ് ആയിരിക്കും. ആരെങ്കിലും വരുമ്പോൾ അവരൊന്ന് ചിരിച്ചു കാണിക്കാൻ പോലും മടിക്കും. നിങ്ങൾ ഇവിടെ വരുന്നത് എനിക്ക് ശല്യമാണെന്നുള്ള രീതിയിൽ, അഥവാ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ ഇഷ്ടമില്ല എന്ന രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ് മെക്കാനിസമായിട്ടും വളരെ ഹോസ്റ്റൈലായിട്ട് ഇരിക്കുന്ന പലരുടെ അവസ്ഥ അതാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലികളെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും മിക്ക ജോലികളും ടൈം ബൗണ്ട് അല്ല. ഒരു ടേൺ അറൗണ്ട് ടൈം ഒന്നും അത്ര വളരെ കർശനമായിട്ടൊന്നും പാലിക്കാറില്ല. അഥവാ ഇങ്ങനത്തെ ഒരു ടേൺ അറൗണ്ട് ടൈം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതെല്ലാം കവിഞ്ഞ് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് നമ്മുടെ സാധാരണ സ്വകാര്യ കമ്പനികളിലുള്ളത് പോലത്തെ വലിയ തല പോകുന്ന പണിയൊന്നുമല്ല. കാരണം നീണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ഫയലുകൾ മുമ്പിലിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എന്തുകൊണ്ട് നീണ്ടുപോയി എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു സിസ്റ്റം പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ ജോലിയെക്കുറിച്ചൊന്നും അത്ര വലുതായിട്ട് വേവലാതിപ്പെടുന്നവരല്ല. അതുപോലെ തന്നെയാണ് മിക്ക സർക്കാർ ജോലികളും പെർഫോമൻസ് ബേസ്ഡ് അല്ല. സ്വകാര്യ കമ്പനികളുടെ ജോലികളാണെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് ആണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് സാധാരണ രീതിയിൽ മുകളിലേക്കുള്ള കയറ്റം വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അതേസമയം സർക്കാർ ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളുടെ തലയിലെ മുടി കുറയുന്നതിനനുസരിച്ച് മുകളിലേക്കുള്ള കയറ്റം എളുപ്പമായി തീരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, മിക്ക സർക്കാർ ജോലികളിലും അണ്ടർ സ്റ്റാഫ്ഡ് ആയിരിക്കും. 10 പേര് വേണ്ടടുത്ത് 7 പേരും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ജോലി ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ അവർ സർക്കാരിനോടുള്ള ഫ്രസ്ട്രേഷൻ മുമ്പിൽ വരുന്നവരോടും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം പലർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാകാം. അതായത് ജോലിയുടെ മുകളിലുള്ള അമിതമായിട്ടുള്ള സുരക്ഷിതത്വ ബോധം അത് ജോലി ചെയ്യാനുള്ള വിമുഖതയിലേക്ക് നയിക്കും. ഇത് ഇന്നും ഇന്നലെയൊന്നും പറഞ്ഞു തുടങ്ങിയതല്ല. 17ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുള്ള പഴമൊഴി തന്നെ അതാണ്. അത് നമുക്കറിയുന്ന പോലെ തന്നെ സർക്കാർ ജോലികൾ താരതമ്യേന സുരക്ഷിതമാണ്. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ശമ്പളം ലഭിക്കും. പെർഫോമൻസിന് കാര്യമായിട്ടുള്ള വലിയ വിലയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാനുള്ള ഒരു വിമുഖത അഥവാ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചും ഏറ്റവും കംഫർട്ടബിളുമായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നു മിക്ക സർക്കാർ ജീവനക്കാരും എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. മറ്റൊരു കാര്യം, ബാക്കിയുള്ള സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള പല കേന്ദ്ര സർക്കാർ കമ്പനികളെ വെച്ച് നോക്കുകയാണെങ്കിലോ നമ്മളുടെ മിക്ക സർക്കാർ ജീവനക്കാർക്കും ഒരു സോഫ്റ്റ് സ്കിൽസിന്റെ മുകളിലുള്ള ഒരു ട്രെയിനിങ് ഒന്നും കൊടുക്കാറില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ, മുമ്പിൽ നമ്മളുടെ ഒരു സർവീസിന് വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ കാരണം എന്ന് ചോദിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഓറിയന്റേഷൻ പോലും ഇവർക്ക് നൽകാറില്ല എന്നുള്ളതാണ് കാര്യം. കുറച്ച് സർവീസ് റൂൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് പ്രോസസ്സിനെ കുറിച്ചോ മാത്രമേ നൽകാറുള്ളൂ ഓറിയന്റേഷൻ എന്നതാണ് നമ്മളിന്ന് കണ്ടുവരുന്ന വലിയൊരു പോരായ്മ. അപ്പോൾ പലരും വിചാരിക്കും, എന്നാൽ പിന്നെ ചെറുപ്പക്കാരും കയറിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോകുന്നതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, കണ്ടുപഠിക്കുന്നതാണ്. മറ്റൊരു കാര്യം, പറഞ്ഞുണ്ടാക്കിയ ഒരു പൊതുബോധം. അതായത് സർക്കാർ ജോലി ജനങ്ങളെ സേവിക്കാനുള്ളതല്ല. പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യം പോലെ, വി ആർ ഇൻ പവർ നോട്ട് ഹിയർ ടു സെർവ്. അധികാരം എൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് സേവനം എൻ്റെ വഴിയല്ല. ഈ ഒരു പൊതുബോധം ചെറുപ്പം മുതലേ സർക്കാർ ജോലിയെക്കുറിച്ച് ഈ ഒരു സമൂഹം ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സർക്കാർ ജോലിയിൽ കയറിയാൽ പോലും ഞാനിവിടെ വന്നത് ജനത്തിനെ സേവിക്കാനല്ല, മറിച്ച് എൻ്റെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലിയും എൻ്റെ അധികാരവും ഞാൻ എൻ്റെ സൗകര്യത്തിനായിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് പലരും. അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് ആകട്ടെ ഏതെങ്കിലും സർക്കാർ കമ്പനികളാകട്ടെ ഇവരുടെ എല്ലാം ലാഭനഷ്ട കണക്കുകൾ എടുക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ലഭിച്ച ആസ്തികൾ അവയുടെ വില കണക്കാക്കാതെയാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇവിടെ അപ്രസക്തമാവുകയാണ്. BSNLന്റെയും ഒക്കെ കാര്യം നമുക്കറിയാം. കാരണം ഇവരുടെ ഒക്കെ സ്ഥലത്തിന്റെ വിലയാകട്ടെ അല്ലെങ്കിൽ പലപ്പോഴും ബിൽഡിങ്ങുകളാകട്ടെ ഇവയെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യമായിട്ടൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ ലഭിക്കുന്നതെല്ലാം ലാഭം എന്ന രീതിയിലാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയി പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് കാര്യമായിട്ട് സമൂഹം മാത്രമല്ല സർക്കാരും അത്ര വ്യാകുലരല്ല. ഇതിൻ്റെ വാൽക്കഷ്ണം പറയാനുള്ളത്, നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം തന്നെ എടുക്കാം. സർക്കാരിന് പൊതുജനങ്ങൾക്ക് വളരെ ചെറിയ ചിലവിൽ ഇന്ത്യയിൽ എങ്ങും ഉൽപ്പന്നങ്ങൾ അയക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് പോസ്റ്റ് ഓഫീസ്, സ്പീഡ് പോസ്റ്റ്. എൻ്റെ അനുഭവത്തിൽ എവിടെയെങ്കിലും അയക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ
ഒരുമാതിരിപ്പെട്ട ഇന്ത്യയിലെ ഏത് സ്ഥലത്താണെങ്കിലും ഒരു 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ എത്തും. ഇതേ സ്പീഡിൽ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് കൊറിയർ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ പണം കൊടുക്കണം. ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പ്രൈവറ്റ് കമ്പനി പൂട്ടി പോവുകയാണെങ്കിൽ പോലും 6 മണിക്കൊക്കെ താഴിട്ട് പൂട്ടുകയാണെങ്കിൽ പോലും നമ്മളൊരു കൺസൈൻമെൻറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ താഴൊക്കെ തുറന്നിട്ട് അവർ എടുത്തു വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ട് ആ ബിസിനസ് അവർ ഏറ്റുവാങ്ങും. പക്ഷേ പോസ്റ്റ് ഓഫീസ് അങ്ങനെയല്ല. ആത്യന്തികമായിട്ട് ഞാൻ എല്ലാവരെയും ഒന്നിച്ചു പറയുകയല്ല, പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ള 10ൽ 8 പോസ്റ്റ് ഓഫീസുകളും അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ്. സത്യത്തിൽ ഇവിടെയുള്ള സകല കൊറിയർ കമ്പനികളും പോസ്റ്റ് ഓഫീസിൻ്റെ റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ പൂട്ടിപ്പോകേണ്ടതാണ്. പക്ഷേ അവരെ നിലനിർത്താനും ഇവിടെയുള്ള കൊറിയർ കമ്പനി എന്നൊരു ബിസിനസ് നിലനിർത്താനും വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സേവനം അത് നമുക്ക് കാണാതിരിക്കാൻ വയ്യ. മാറ്റങ്ങൾ എല്ലായിടത്തും അനിവാര്യമാണ്. പക്ഷേ മാറ്റങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കാലതാമസം പലപ്പോഴും ലഭിക്കാവുന്ന പല ബിസിനസ്സുകളും ഇല്ലാതാക്കും എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം. BSNL അതിന് വളരെ നല്ല ഒരു ഉത്തമ ഉദാഹരണമാണ്. അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ സുവർണാവസരങ്ങളായിരിക്കാം പലപ്പോഴും നഷ്ടമാകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായയുടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു തെറ്റും വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.